أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇറങ്ങുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് VKS അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കം അവരുടെ വകയായി ഇന്ന് ചായം ചെയ്യുന്നുണ്ട് ഞാനും. അതുകൊണ്ട് യാത്രയപ്പിന് ഏറ്റവും നല്ലത് ഇന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്രയ്ക്ക് സന്തോഷമായി കൊടുക്കട്ടെ. മബ്റൂറായ ഹജ്ജിന്റെ ലക്ഷണങ്ങളുമായി തിരിച്ചു വരാനുള്ള ഭാഗ്യം അവർക്കും അവരുടെ കൂടെയുള്ളവർക്കും പോകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന ആളുകളോട് പ്രത്യേകിച്ച് ദുആക്ക് പ്രേരിപ്പിക്കൽ സുന്നത്താണ്. അവർക്ക് വേണ്ടി മാത്രമല്ല പോകുന്നത്. വഫ്ദുള്ള എന്നാണ് ഹദീസിലുള്ളത്. അള്ളാഹിന്റെ നിവേദക സംഘാടന. അപ്പൊ എല്ലാവർക്കും നിവേദനം സമർപ്പിക്കാൻ വേണ്ടി പോവാൻ. അതുകൊണ്ടാണ് യുഗ്ഫറു ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹ് എന്ന് പറയാൻ കാരണം. യുഗ്ഫറു ലിൽ ഹാജി, ഹാജിക്ക് പൊറുക്കപ്പെടും. വലിമൻ ഒരുത്തനും, ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഓന് പുറത്തു കൊടുക്കാൻ ഹാജ് തേടിയിട്ടുണ്ട്. അപ്പൊ ഹജ്ജ് ചെയ്യുന്ന ആള് ആരൊക്കെ ഉദ്ദേശിച്ചിട്ട് ദ്വാരുന്നോ അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അത് ഇവരെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാവരുടെ കാര്യം പറയാനാണ് പോകുന്നത്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് പരിഗണിക്കുക എന്നത് നാം മുഖവിലക്കെടുക്കേണ്ട കാര്യമാണ്. പോകുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് മുമ്പ് ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ദുആയും ക്ഷമയും മാത്രമാണ് ഹജ്ജ്. നാക്ക് പൂട്ടി പണിയെടുക്കുന്നതിന്റെ പേരാണ് ഹജ്ജ്. ദുആയും ക്ഷമയും. ഹജ്ജിന് പോകുന്ന ആളുകളെ പഴപ്പിക്കാനായിട്ട് ഇബ്ലീസ് ഒരു വിഭാഗത്തെ കോഴ്സ് പൂർത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാൽ ഹജ്ജു യഹ്ദിമുമാക്കാന ഖബല, മുമ്പുള്ളത് മുഴുവനും ഹജ്ജോടുകൂടി പൊളിഞ്ഞു പോയി. യഹ്ദിമു എന്നാണ് ഹദീസിലുള്ളത്. അൽ ഹജ്ജു യഹ്ദിമു, ഹജ്ജന്നെ പൊളിക്കുന്നു. അതിൽ ഫായില് ഹജ്ജാണ്, സംഗതി അല്ലാഹ് തന്നെയാണ്. പക്ഷെ ഹജ്ജ് വഴി അള്ളാഹു പൊളിക്കും. അൽ ഹജ്ജു യഹ്ദിം, ഹജ്ജ് പൊളിക്കും. പൊളിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഒരു പുതിയ വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പൊളിക്കുകയാണെങ്കിൽ എല്ലാ കുറ്റിയടക്കം പൊളിച്ച് മാറ്റി വൃത്തിയാക്കിയിട്ടല്ലേ പുതിയ വീടുണ്ടാക്കുക. ഹജ്ജ് അങ്ങോട്ട് പൊളിക്കും, ജീവിതത്തെ പൊളിച്ച് ഉടച്ച് വാർക്കുന്ന അർത്ഥം. അതുകൊണ്ട് ഇഹ്റാം ചെയ്ത ആളുകള് ആളെ കൊല്ലൂല, വ്യഭിചരിക്കൂല, കക്കൂല്ല. പക്ഷെ അവിടെ ഇബ്ലീസ് പണിയെടുക്കൽ ഇതിമ്മ കയറിയിട്ട. മൂപ്പര് പിന്നെ പൊതുവെ സംസാരം കുറച്ച് കുറവുള്ള ആളാണ്. അതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. എന്നാലും എല്ലാരോടും പറയാൻ ക്ഷമിക്കണം. നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന ആളുകളോടൊക്കെ നാവ് അടക്കി വെക്കാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ ഹജ്ജ് പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആണ് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി എന്നല്ല പറഞ്ഞത്, ഹജ്ജുൽ ബൈത്തി എന്നല്ല. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. എന്താ അവിടെ കെസർ കൊണ്ട് പറയാൻ കാരണം, ചില സൂഫിയാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കെസർ താഴെയാണ്. അപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനം മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയാണ്. നമ്മളെ ലെവലാണ്ട് വിട്ടാ പിന്നെ എന്തും സഹിക്കാൻ കഴിയും. ഞാനൊന്നുമല്ല, ഞാൻ എന്തും കൊള്ളാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് റബ്ബേ നിന്നെയാണ്, എനിക്ക് വേണ്ടത് നിന്നെ കിട്ടാനേ ഞാൻ പറയുന്ന ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ്, അനുഭൂതിദായകമായ ഹജ്ജായി മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു വലിയ ഹദീസാണ്, ദീർഘമായ ഹദീസാണ്, ചെറിയ ഭാഗം പറയാം. ഇത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെയായിരുന്നു. മിനയിലായിരുന്നു. ഫൈദ അഖ്ബല ത്വായിഫത്തും മിനൽ യമൻ, അപ്പൊ യമനിൽ നിന്നൊരു വിഭാഗം ആളുകൾ വന്നു. എന്നിട്ട് അവര് ചോദിച്ചു, ഫിദാക്കൽ ആബാ ഫിദാക്കൽ ഉമ്മഹാത്തു അല്ലാബ. ഈ ഹദീസിൽ അങ്ങനെ കാണുന്നത്. പല ഹദീസിലും ആബായിനെ മുന്തിച്ച് ഉമ്മഹാത്തിനെ ബന്ധിച്ചിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. ഫിദാക്കൽ ഉമ്മഹാത്തു അല്ലാബാ യാ റസൂലല്ലാഹ്. ഇത് സഹാബാക്കൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തിന്റെ പ്രോജ്വലമായ
വചനമായി പലപ്പോഴും പറഞ്ഞിരുന്നു. ഞങ്ങളുടെ വാപ്പാരും ഉമ്മാരും അങ്ങക്ക് ദണ്ഡമാണ് നബിയെ, ഞങ്ങൾക്ക് വലുത് നിങ്ങളാണ് യാ റസൂലല്ലാഹ്. എന്നിട്ട് അവര് പറഞ്ഞു അഖ്ബിർന ഫളായിൽ ഹജ്ജ്, ഹജ്ജിന്റെ മാത്രം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോന്ന് വെച്ചു. കാല ഹബീബാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബല, ആയിക്കോട്ടെ. അയ്യോ റജുലി, ഏതൊരു മനുഷ്യനാണ് ഖറജ മിൻ മൻസിലി, ഇവരാ പോക്കിന്റെ ഒരു മേപ്പാണ് ഞാൻ പറയുന്നത് ഹദീസിൽ. ഖറജ മിൻ മൻസിലിഹി, അവരെ പൊരയിന്ന് ഇറങ്ങി, ഹാജൻ ഔ മുഅ്തമിറൻ, ഹജ്ജ് ചെയ്യുന്നവനായിട്ടോ ഹജ്ജ് ഉദ്ദേശിച്ചവരായിട്ടോ ഉംറക്ക് ഉദ്ദേശിച്ച ആളുകളായിട്ടോ പൊരയിന്ന് പുറത്തിറങ്ങിയാൽ തനാസറത്തി ദുനൂബു, ദോഷങ്ങൾ കൊഴിഞ്ഞു വീഴുന്നതാണ്. ഹജ്ജ് ചെയ്തിട്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, ദോഷങ്ങൾ കൊഴിഞ്ഞു വീഴുന്നതാണ്. വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഹജ്ജിന് ഉദ്ദേശിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ അവന്റെ ശരീരത്തിലുള്ള, അവന്റെ ആത്മാവിലുള്ള, അവന്റെ ഉള്ളിലും പുറത്തും ആവരണം ചെയ്യപ്പെട്ട ദോഷങ്ങളുടെ കറുത്ത പാടുകൾ ഇല കൊഴിഞ്ഞു വീഴും പോലെ കൊഴിഞ്ഞു വീഴും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യാ അല്ലാഹ്, അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? ഒക്കെ കൊഴിഞ്ഞു. ഇത് ഹദീസാണ്, നീ കേട്ടോളൂ ഈ ഹദീസിന്റെ വാക്യം. വൈദാ വറദൽ മദീന ആണ് ആ റൂട്ട് മാപ്പ് എന്ന് പറയാൻ കാരണം. ഭൂരിഭാഗം ആളുകൾ ഇങ്ങനെ പോലെ, ഇനി അല്ലാത്ത ആളുകള് മുത്തമത്തീങ്ങളായി പോകുമ്പോ, തമത്തോന് ഇഹ്റാൻ ചെയ്ത് പോകുമ്പോ ഉംറ ചെയ്തിട്ട് പിന്നെ മദീനയിൽ പോയിട്ട് തിരിച്ചു വരെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഹദീസ് ആ അർത്ഥത്തിൽ ബാധകമാണ്. വൈദാ വറദൽ മദീന, അവർ എന്റെ മദീനയിൽ വന്നാൽ. ഹജ്ജിന്റെ വിഷയത്തിൽ മദീനയെ എടുത്തിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ഹജ്ജിന്റെ ഉംറന്റെ അമലുകളിൽ ഏതെങ്കിലും ഒന്ന് മദീനയിലുണ്ടോ? ഇവിടെയാണ് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം. ഇതേ ഹദീസിലാണ് മദീനയെ പരാമർശിച്ചത്. ഹജ്ജിന്റെ അമലുകളിൽ ഒന്നും മദീനയിലില്ല. ഹജ്ജിന് എന്താ ഉള്ളത്? ഇഹ്റാം, മിനിയിൽ നിൽക്കുക, ഇഹ്റാം അറഫയിൽ നിൽക്കുക, തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, മുടി നീക്കുക, ക്രമായിട്ട് ചെയ്യുക. ഈ 6 ഹജ്ജിന്റെ റുക്കിന്. 7ാമത്തെ റുക്കിനില്ല. പിന്നെ വാജിബാത്തുകളുണ്ട്. 6 റുക്കിനും 5 വാജിബാത്തും ചേർന്ന് 11 കാര്യങ്ങൾ. ഇതാണ് ഹജ്ജ്. ഇതിലൊന്നും മദീന ഇല്ല. പക്ഷെ ഹദീസിൽ മദീന ഉണ്ട്. വൈദാ വറദൽ മദീന, ഓന്റെ മദീനത്ത് വന്നാൽ. കാരണം എന്താ അറിയോ? ഹജ്ജിനും ഉംറക്കും ആളുകൾ മദീനത്ത് പോകും. ഈ എല്ലാ നിഅമത്തുകളും അള്ളാഹു നമുക്ക് തന്നത് ഒരാൾ മുഖേനയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി. ശുക്ർ വേണം, ശുക്ർ വേണം. വാപ്പാനോടും ഉമ്മാനോടും ശുക്ർ ഉണ്ടല്ലോ, ഖുർആൻ പറഞ്ഞല്ലേ, അനിഷ്കുർലി വലി വാലിദൈക്, അനിഷ്കുർലി വലി വാലിദൈക്. വാപ്പാനോടും ഉമ്മാനോടും. എന്നാ റസൂൽ ആരാണ്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്ത് വാപ്പിമ്മി? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന. ഇത് ഖുർആനാണ്. ഞാൻ ഖുർആൻ മാത്രമേ ഹദീസ് പറയണുള്ളൂ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വാപ്പാനോടും ഉമ്മാനോടും അനിഷ്കുർലി വലി വാലിദൈക്. അള്ളാന്റെ റസൂലാണ് ബാപ്പനേക്കാളും ഉമ്മനേക്കാളും അവനാന്റെ ശരീരത്തിനേക്കാൾ അവനോട് ബന്ധപ്പെട്ടത്. യാ അല്ലാഹ്, പിന്നെ പോണ്ടേ? മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാത്ത എന്നോട് പിണങ്ങിയവനാണ് എന്ന് പരിശുദ്ധ റസൂൽ. യാ അല്ലാഹ്, ലാ തജഅലു ഖബരി ഈദാ. എന്റെ ഖബറുകൾ പെരുന്നാളാക്കരുത്. പെരുന്നാൾ കൊല്ലത്തിൽ 2 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞാല് കൊല്ലത്തിൽ 2 ദിവസം മാത്രം എത്തിയോക്കുന്ന സ്ഥലാക്കരുത്. പറ്റുമ്പൊക്കെ വരണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് അതിന്റെ മാന. ആദ യഊദുന്ന് എന്നാണ് ഈദ് എന്നുള്ളത്. അല്ലാതെ ഉത്സവമാക്കരുത് എന്നല്ല. ഉത്സവം ഏതായാലും ആവില്ലല്ലോ. അവിടെ ഉത്സവമല്ലല്ലോ, അവിടെ ആധ്യാത്മികമായ മധുരദായകമായ തേന്മഴ പെയ്യുന്ന സൈലന്റ് ആണല്ലോ. മദീന സൈലന്റ് ആണ്. എത്ര ആള് കൂടിയാലും കുരക്കണ സൗണ്ട് അല്ലാതെ കേൾക്കൂലല്ലോ. മക്ക പോലും അങ്ങനെയല്ല, ബഹളം ഉണ്ടാവും. മദീന വളരെ സൈലന്റ് ആണ്. വൈദാ വറദൽ മദീന, അവർ മദീനയിൽ വന്നാൽ വസാഫഹനി ബിസ്സലാം,
സലാം കൊണ്ട് എന്നെ ആശ്ലേഷിക്കുകയും ചെയ്താൽ സാഫഹത്തുൽ മലായികതു ബിസ്സലാം, അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ സലാം കൊണ്ട് ആശ്ലേഷിക്കുമേ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് പലവട്ടം തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ പലവട്ടം മക്ക മദീനയിൽ എത്തിക്കട്ടെ. നമ്മളെ മക്ക മദീനയുടെ ആളുകളാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി കേട്ടോട്ടോ പോകുന്ന ആളുകൾ, നിങ്ങളെ റൂട്ട് മാപ്പ് ഹദീസിൽ വൈദാ വറദ ദൽ ഹലീഫ, ഇതിന്റെ ബാക്കിയാണ്. വൈദാ വറദ ദൽ ഹലീഫ, ദുൽ ഹുലൈഫ എല്ലാവർക്കും അറിയാലോ. മീക്കാത്തിൽ പ്രധാനപ്പെട്ട ഒരു മീക്കാത്താണ്. മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ അവിടുന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് വരിക. മഹാനര അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ദുൽഖഅദ 26 മദീനയിൽ നിന്ന് പുറപ്പെട്ട് ഈ സ്ഥലത്ത് നിന്നാണ് ഇഹ്റാം ചെയ്തത്. വൈദാ വറദ ദൽ ഹലീഫ, അവര് ദുൽ ഹുലൈഫയിലെത്തിയാൽ വഗ്തസല വലബിസ സൗബൈനി ജദീദൈൻ, അവര് കുളിച്ചു, ശുദ്ധിയായി. ഇഹ്റാമിന് മുമ്പുള്ള കുളിനെ കുറിച്ചാണ് പറയുന്നത്. കുളിച്ചു, ബോഡി വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി ശുദ്ധിയായി. വലബിസ, ഇഹ്റാമിന് 2 വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അയാൾ ജദ്ദദല്ലാഹു ലഹു മിനൽ ഹസനാത്ത്, പിന്നെ ഹസനാത്ത് അല്ലാഹു തആല അവർക്ക് അങ്ങോട്ട് പുതുക്കിയിട്ട് ഒരുപാട് വാരിക്കോരി അങ്ങോട്ട് കൊടുക്കുന്നതാണ്. വാസലല്ലാഹു ഖൈറൻ, പല റിവായത്തും കാണാം. എത്രയാണ് അവർക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ഈ കുളിയും ഇഹ്റാമും കൊണ്ട് കയ്യിലോട് കൂടി പുടുത്തമുട്ട മക്കാമുക്ക് വരികയാണ് ഹാജി. ഇവിടുന്ന് ഇറങ്ങിയ ആൾക്കാരൊന്നും ആവില്ല അവിടെ എത്തിയാൽ. യാ അല്ലാഹ്. മാത്രമല്ല വൈദാ ഖാല ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അത് കഴിഞ്ഞ് അവർക്ക് ചൊല്ലാനുള്ള ദിക്റാണ്, സുന്നത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അവർ തൽബീത്ത് അങ്ങ് ചൊല്ലുമ്പോൾ, അവര് തൽബീത്ത് ചൊല്ലുമ്പോ അല്ലാഹു പറയും ബിലബ്ബൈക വസഅദൈക യാ അബ്ദീ, അല്ലാഹ് തിരിച്ചു പറയും. കേൾക്കാൻ എല്ലാവർക്കും ചെവിടുണ്ടാവില്ല എന്ന് മാത്രം. അസ്മഉ കലാമക് വ അൻദുറു ഇലൈക്, ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്നെ നോക്കുന്നുണ്ട്. അല്ലാഹ് പറയും ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ എന്നെ നോക്കുന്നുണ്ട് എന്ന് അല്ലാഹു പറയും. പഠിച്ചോനെ. എന്നിട്ട് ഇങ്ങനെ വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫൈദാ ദഖല മക്ക, അവർ മക്കയിലെത്തിയാൽ, ആ റൂട്ട് ഇങ്ങനെ പിന്നെ ഒന്നുമില്ലല്ലോ ഇടയില്. ഫൈദാ ദഖല മക്ക, അവർ മക്കയിലെത്തിയാൽ മക്കയിലെത്തി പരിശുദ്ധമായ കഅബയെ ത്വാഫ് ചെയ്യുകയും സഫാ മർവക്കടയിൽ അവർ സഅയ് നടത്തുകയും ചെയ്താൽ വാസലഹുല്ലാഹു മിനൽ ഖൈറാത്ത്, അല്ലാഹു തആല ഒരുപാട് ഖൈറാത്തുകൾ അവരിലേക്ക് ചേർത്തി കൊടുക്കും. ഒരുപാട് ഖൈറാത്തുകൾ പോരാ. وإذا وقفوا بعرفات الحج عرفة نبينا رسول الله. അറഫ എന്ന വാക്കിന് അർത്ഥം തന്നെ അറിഞ്ഞു എന്നാണ്. അറിഞ്ഞു. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, ആരെങ്കിലും അവനാൻ അറിഞ്ഞാൽ അവൻ പടച്ചോൻ അറിഞ്ഞു എന്നാണ്. അവനാൻ അറിയുന്ന ദിവസമാണ് അറഫന്റെ ദിവസം. നമ്മളിങ്ങനെ നമ്മളൊന്നുമല്ല നമ്മളെ കുറിച്ച് മനസ്സിലാക്കും. അപ്പൊ അവിടുന്ന് അള്ളാന്റെ മാരിഫത്ത് കിട്ടും. അറഫയിൽ നിന്നിട്ട് അള്ളാന്റെ ഔലിയാക്കളാകുന്ന ആളുകളുണ്ട്. അറഫയിൽ നിന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരിഫത്താണ്ട് കിട്ടും. അല്ലെങ്കിൽ അറഫ എന്ന് പറയാൻ കാരണം എന്താ? കാലു ബല പരിപാടി നടന്നത് അവിടെ വെച്ചിട്ടാണ്. അവനാനെ തിരിച്ചറിഞ്ഞ അന്ന് അവിടെ വെച്ചിട്ടാണ്. എല്ലാ മനുഷ്യരും അണുമനുഷ്യന്മാരായി അള്ളാഹു സംഘടിപ്പിച്ചു. അലസ്തു ബി റബ്ബിക്കും എന്ന് വെച്ചു. കാലു, അവര് പറഞ്ഞു ബല എന്ന് പറഞ്ഞു. ആ അഹദ് നടന്നത് അറഫയിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിലോ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന്, ആദം അലൈഹിസ്സലാം അസൽ ഇന്ത്യക്കാരനാണ്. നമുക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. ആദം നബി ഇന്ത്യക്കാരനാണ്, അറബിയല്ല, ഇവിടുന്നാണ്ട് പോയാളാ. അതുകൊണ്ടല്ലോ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ലോ മനുഷ്യന് ആദമി എന്ന് പറഞ്ഞു. വേറെ എവിടെയുള്ള ആദമി എന്ന് പറഞ്ഞ മനുഷ്യന്? ഇന്ത്യയിൽ മനുഷ്യനെ പറഞ്ഞ ആദമി. ദൂസറാത്മി നഹി ഹെ, രണ്ടാൾക്കാരിന്റെ കൂടെ ഇല്ല. ആദമി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ത്യയിലല്ലേ. അറബിയിൽ പോലും മനുഷ്യനെ പറയില്ല ഇൻസാൻ എന്നാ, അല്ലെങ്കിൽ നാസ് എന്നാ. ആദ്മി, കാരണം ഇന്ത്യക്കാരനാണ്.
ഇന്ത്യയിൽ നിന്ന് ആദം അലൈഹിസ്സലാം താനൂർ കൂടി കോഴിക്കോട് ടച്ച് ചെയ്തിട്ട് സൗദിക്ക് പൊയ്ക്കണമെന്ന് ഞാൻ ചരിത്രം കൊണ്ട് തെളിയിക്കും. നമ്മൾ ഈ താനൂർ കൂടി. പക്ഷെ ഇപ്പൊ സമയമില്ല. കുറച്ച് തലച്ചോറ് കൊടുത്തിട്ട് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാവും. 40 പൊയ്ക്കണമെന്ന് തർക്കമില്ലാത്ത ചരിത്രമാണ്. ഇപ്പൊ ഏയിലൂടെ ഉള്ളതെന്ന് ആകുമ്പോ പറയും 40 പ്രാവശ്യം പൊയ്ക്കണം നടന്നിട്ട്. യാ അല്ലാഹ്. അപ്പൊ ആദം അലൈഹിസ്സലാം അങ്ങനെ ഭയങ്കര ടെൻഷനല്ലേ, സ്വർഗത്ത് നിങ്ങോട്ട് പോകുന്നതല്ലേ, ടെൻഷൻ ഉണ്ടാവൂലേ. ഇവിടുത്തെ ഗന്ധവും ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ ക്ലൈമറ്റും അങ്ങനെ പിന്നെ പോകുന്ന ടെൻഷനൊക്കെ കൂടിയിട്ട് നടക്കും. മുസ്ദലിഫിലാണ് ഇങ്ങനെ പോയി എത്തിപ്പോ അവിടുന്ന് ഭാര്യനെ കണ്ടുക്കണ, ഹവ്വാമ്മനെ അവിടുന്ന് കണ്ടുക്കണ. അതാണ് മുസ്ദലിഫിൽ ആ പാർക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ തിരിച്ചറിഞ്ഞില്ല. കാരണം രണ്ടാളും ആണ്ടുകൊണ്ട് കണ്ട് തിരിച്ചറിഞ്ഞില്ല. കാരണം മനസ്സിലുള്ള വേറെ തീച്ചൂടാണ്. നമ്മളെ കൽബിനുള്ളിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പോ നമ്മളെ അടുത്ത ആള് വന്ന് നമ്മളെ കണ്ടാലും ഞാൻ വേറെ മൂഡിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയില്ലേ. അങ്ങനെ തന്നെ രണ്ടാളും ആണ്ടോണ്ട് കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല. അതിന് മൂഡ് വേറെ ആയിരുന്നു. പിന്നെ തിരിച്ചറിഞ്ഞത് അറഫയിൽ വെച്ചിട്ടാണ്. അതാണ് അറഫ എന്ന് പറഞ്ഞത്, തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു അറഫ്തു മനസ്സിലായി, എനിക്കറിഞ്ഞ്, ഞാൻ അറിഞ്ഞ്, അപ്പൊ അതിനെ അറഫ. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതാവട്ടെ, അറഫയിൽ അവർ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു നൃത്തമാണ്. എന്നിട്ട് പറയുന്നു മുസ്തഫ നബി വലജ്ജത്തിൽ അസ്വാതു ബിൽ ഹാജാത്ത്, ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദങ്ങൾ മുഖരിതമാകുമ്പോൾ, വലജ്ജത്തിൽ അസ്വാതു ശബ്ദങ്ങൾ മുഖരിതമാകുമ്പോൾ, ബിൽ ഹാജാത്ത് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അറഫയിൽ അതന്നെയല്ലേ, വേറെന്താ? പൊട്ടിക്കരഞ്ഞവർക്കല്ലേ, നിലം വിട്ട കരച്ചിലല്ലേ. മലയാളത്തില്, ഇംഗ്ലീഷില്, ഉറുദുവില്, തമിഴില്, അറബിയില് യാ അല്ലാഹ് വിളിച്ച് കരയല്ലേ. വലജ്ജത്തിൽ അസ്വാത്ത് ബിൽ ഹാജാത്ത് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശബ്ദങ്ങൾ മുഖരിതമാകുമ്പോൾ. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതിങ്ങനെ അള്ള കാണല്ലേ, അള്ള അറിയല്ലേ, അള്ള ഇങ്ങനെ കേൾക്കല്ലേ. അപ്പൊ അള്ള പറയും ബാഹല്ലാഹു ബിഹിം മലായികത സബ്ഇ സമാവാത്, 7 ആകാശങ്ങളിലുള്ള മലക്കളോട് അല്ലാഹു തആല അറഫയിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് അഭിമാനം പറയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇവരെ ചൂണ്ടിയിട്ട് അല്ലാഹു തആല അഭിമാനം പറയും, പോകുന്ന ആളുകളെ ചൂണ്ടിയിട്ട്. എന്നിട്ട് അല്ലാഹു പറയും നിങ്ങൾ ദീർഘമായ ഹദീസാ, ഞാൻ നിർത്തിയിട്ടോ, നമ്മൾ സാധാരണത്തെ സമയം എടുക്കണുള്ളൂ, ദീർഘമായ ഹദീസാണ്. അല്ലാഹു പറയും യാ മലായികത്തി ഉൻദുറു, അങ്ങോട്ട് നോക്കി. അറഫയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് ചൂണ്ടിയിട്ട് അല്ല മലക്കളോട് പറയും. ഏത് മലക്കള്? 7 ആകാശങ്ങളിലുള്ള മലക്കളോട് അല്ല പറയാണ്, അങ്ങോട്ട് നോക്കി നിങ്ങള്. അതൗനി മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എത്ര നാടുകളിൽ നിന്ന്, ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ എത്തിയത്. അംഫഖുൽ അംവാല, 7-8 ലക്ഷം ഉറുപ്പിയാണ് പോലും ചെലവാക്കിയത്. ശരീരമൊക്കെ ക്ഷീണിച്ചിങ്ങനെ, കാരണം പൊരീത്തെ ഭക്ഷണമില്ല, കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത്, ചിലർക്ക് ചെരുപ്പില്ല, ചൂട് വേറെ. നല്ലതൊക്കെ കണ്ടു പറയണേ. പൈസ ചെലവാക്കിയ ആ സാധുക്കള്, ശരീരത്തിനെ കഷ്ടപ്പെടുത്തിയ ആ സാധുക്കള്. എന്നിട്ട് അള്ളാന്റെ ഒരു പ്രഖ്യാപനം ഉണ്ട്. അതുകൊണ്ട് മലക്കുകള്, ഏത് മലക്കുകൾ? 7 ആകാശങ്ങളിലുള്ള കോടി മലക്കുകൾ, നിങ്ങളെ മുഴുവനും ഞാൻ സാക്ഷി നിർത്തുകയാണ്. ഈ സ്ഥലത്ത് നിന്ന് അവർ പോകുമ്പോ ല ഉഖ്രിജന്നഹും, അവരെ നിശ്ചയം ഞാൻ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ കഴിച്ചിലാക്കും, രക്ഷപ്പെടുത്തും. ഈ ദിവസം ഏതുപോലെ ഇവിടുന്ന് പുറപ്പെടുവിക്കുക? കയൗമ ഔ കയൗമിൻ വലദത്തുഹും ഉമ്മഹാത്തുഹും, അവരുടെ ഉമ്മ അവരെ പ്രസവിച്ച സമയത്ത് അവരെങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ അവരെ ആക്കി മാറ്റി, അതിന് നിങ്ങളെ ആ സാക്ഷിയാക്കി മലക്കളെ എന്ന് പടച്ചോൻ പറയുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് മൻ ഹജ്ജ ഫലം യർഫുദ് വലം യഫ്സിഖ് റജഅ മിൻ ദുനൂബിഹി കയൗമ വലദത്തുഹു ഉമ്മുഹു എന്ന് പറയാൻ കാരണം. ഉമ്മ പ്രസവിക്കപ്പെട്ട സമയത്ത് കുട്ടിന്റെ പ്രത്യേകത എന്താണ്? ഉമ്മ പ്രസവിച്ച നാളിലെ കുട്ടിയെ പോലെ ആക്കുന്നല്ല, ആ സമയത്ത് ആ ദിവസത്തെ പോലെ ആക്കുന്ന. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ആ കുട്ടി അന്ന് മരിച്ചാൽ സ്വർഗാണെന്ന് ഉറപ്പാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് മരിച്ചാൽ പ്രത്യേകിച്ച് കാര്യമായ തടസ്സമൊന്നുമില്ലെങ്കിൽ ഹജ്ജിന് ശേഷം മരിച്ചോന് നേരെ സ്വർഗത്ത് കാണും. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹു തആല വരും പോകുന്നവരെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് ഈ ഹദീസ് തീർത്താം. ഇത് ളുഹർ വരെ പറയാൻ പറ്റുന്ന ഹദീസ്, അതുകൊണ്ടാണ്
വളരെ പെട്ടെന്ന് നിർത്തുകയാണ്. വൈദാറമുൽ ജമറാത്ത്, ഇനി ജംറകളിൽ അവർ എറിയും കൂടി ചെയ്തു. വഹലഖുർ റൂസ, മുടി വടിക്കുകയും ചെയ്തു. ത്വാഫ് ചെയ്തു. എല്ലാം കഴിഞ്ഞാൽ ഫനാദാ മുനാദിൻ മിൻ ബത്നാനിൽ അർശി, അർഷിന്റെ ഉള്ളകത്തിൽ നിന്ന് അതിന്റെ ചാർജുള്ള പ്രത്യേകമായ ഒരു വിളിച്ചു പറയുന്ന ഉദ്യോഗസ്ഥനായ മലക്ക് വിളിച്ചു പറയുന്നതാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു, മുടിയും കളഞ്ഞു. അപ്പൊ മലക്ക് വിളിച്ചു പറയും, അർഷിന്റെ ചാർജുള്ള മലക്ക് വിളിച്ചു പറയും, ഇർജിഊ മഗ്ഫൂറൻ ഇനി എല്ലാരും പോയിക്കോളി, നിങ്ങൾക്ക് ഒരു സാധനം ബാക്കിയില്ല, എല്ലാം പുറത്തിട്ടുണ്ട്, എല്ലാരും പോയിക്കോളിന്ന്. അവസാനം അർഷിന്റെ ചാർജുള്ള വലിയ ഉദ്യോഗസ്ഥനായ മലക്കിന്റെ വിളംബരം ഉണ്ടാകും എന്ന് പരിശുദ്ധ റസൂൽ. ദീർഘമായ ഹദീത്താണ്, നിർത്തുകയാണ്. ഏകദേശം ഇവര് പൊരയിന്ന് ഇറങ്ങിയിട്ട് അറഫയും കഴിഞ്ഞു, മുടിയും കളഞ്ഞിട്ട് ലാസ്റ്റ് അവർക്കുള്ള ആനുകൂല്യ പ്രഖ്യാപനത്തിന്റെ ഉജ്ജ്വലമായ മുദ്രാവാക്യവും ഈ ഹദീത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അത് ഇന്നത്തെ ഒരു തബറുക്കിന് വേണ്ടി ഹദീസ് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പോകുന്ന വികേസിനും കുടുംബത്തിനും കൂടെയുള്ളവർക്കും ഇന്ന് പുറപ്പെടുന്നവർക്കും പിന്നീട് പുറപ്പെടുന്നവർക്കും അവിടെ എത്തുന്ന ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്നൊഴുകുന്ന പുഴ പോലെ ഒഴുകുന്ന ലാസ്റ്റ് തവാഫിന്റെ പേരെന്താ? ഹജ്ജിന്റെ തവാഫിന്റെ പേരെന്താണ്? ഇഫാലത്തിന്റെ തവാഫ് എന്നാണ്. അഫാല എന്ന ലഫ്ല് എന്ന് വന്നാണ് ഇഫാലത്ത്. അഫാല യുഫീലു ഇഫാലത്തൻ ഫൗ മുഫീലു. എന്താ ഇഫാലത്ത് എന്ന് പറഞ്ഞാൽ? ഒഴുകുക എന്നാണ്. തവാഫ് ചെയ്യാന്നല്ല, ഒഴുകുക. പുഴ തന്നെയാണത്, ഒഴുകുകയാണുണ്ട്, ഒഴുകുകയാണ്, ലക്ഷങ്ങൾ ഒഴുകുകയാണ്. അള്ളാഹു താല അതിലൊക്കെ പലവട്ടം പോവാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹുവെ, പോകുന്നവർക്ക് നീ യാത്ര സുഗമമാക്കി കൊടുക്കണേ അള്ളാഹുവെ, ക്ലേശങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, പലവട്ടം പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് താ അല്ലാ. അതിനുള്ള ആരോഗ്യവും സമ്പത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാ. സിയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ശരീരങ്ങളെ സകല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ എടങ്ങേറിൽ നിന്ന്, ബലായിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, രോദനങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ഉറ്റവരുണ്ട്, അയൽവാസികളുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും ഖബറിലാണ്. ഹജ്ജിന് ഉദ്ദേശിച്ചവരിൽ തന്നെയും പലരും ഖബറിലാണ്. റബ്ബേ, കൂടെ പഠിച്ചവർ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, പഠിക്കുമ്പോൾ സേവിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, താങ്ങും തണലുമായവർ പലരും ഖബറിലാണ്. വിശിഷ്യായി പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അവസാനം നല്ല സ്ഥലത്ത് നല്ല സമയത്ത് സ്വർഗം കണ്ട് ചിരിച്ച് കലിമ ഉറക്കെ പതറാതെ പറഞ്ഞ് പ്രസന്ന ഭാവത്തോടെ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. പലവട്ടം മരിക്കുന്നതിന് മുമ്പ് ഹറമുകളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇവിടെ മുത്തല്ലിമീങ്ങൾക്ക് ചായക്ക് വേണ്ടി കാശ് കൊടുക്കുന്ന കുറേ സദ്ഗുണ സമ്പന്നരുണ്ട്. ഒന്നോ രണ്ടോ ആളെ പേര് മാത്രം പറഞ്ഞ് അവരുടെ ആത്മാർത്ഥതയിൽ ഞാൻ കരിവാരി തീർക്കണില്ല. ആ കുട്ടികൾ പലപ്പോഴായിട്ട് എന്നോട് അവർ നല്ല നല്ല ബിസ്ക്കറ്റും ചായക്കും ഇങ്ങനെ തിന്നണാകുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. ഇത് എന്താണ് ഇത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു, ഇടക്കിടക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൻ പറഞ്ഞ് കയ്യിൽ 5000 റുപ്യ ബാക്കിയുണ്ട്. അവരിങ്ങനെ കൊടുത്തിട്ട് അതിൽ പല ആളുകളും ഈ സാഹസിലുണ്ട്. അള്ളാഹു താല അവർക്കൊക്കെ ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തല്ലിമീങ്ങളെ സ്നേഹിച്ചവർ വെറുതാവൂല. അള്ളാഹു താല അവർക്ക് അവരുടെ കച്ചവടങ്ങളിലും അധ്വാനത്തിലും ആയുസ്സിലൊക്കെ അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى
وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ചായം ചെയ്യുന്നുണ്ട് അവരെ വക എല്ലാവരും കഴിച്ചിട്ട് പോയിക്കൊള്ളുകയാണ്. അസ്സലാമു അലൈക്കും.